ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യലിൽ തുടക്കക്കാരായ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ്. അതായത് സാധാരണ മെഷീൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതാണ് നോർമൽ മെഷീൻ. അതായത് നമ്മൾ ആദ്യം പഠിക്കേണ്ടുന്ന ചവിട്ടി തയ്ക്കുന്ന മെഷീൻ. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മെഷീൻ ഓയിൽ കൊടുത്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ആഴ്ചയിൽ 3-4 ദിവസം നമ്മൾ ഓയിൽ കൊടുക്കേണ്ടതുണ്ട്. തുടക്കക്കാരായ ആളുകളായതുകൊണ്ട് തന്നെ ഇത് കറക്റ്റ് അറിയണമെന്നില്ല. ഓയിൽ എന്ന് എഴുതിയിരിക്കുന്ന കുറച്ച് ഹോൾസ് ഉള്ള ഭാഗങ്ങളിൽ മാത്രമല്ല നമ്മൾ ഓയിൽ കൊടുക്കേണ്ടുന്നത്. ഈ മെഷീനിൽ കാണുന്ന ഒട്ടുമിക്ക ഹോൾസുകളിലും നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. നോർമൽ മെഷീനിൽ പെട്ടെന്ന് തന്നെ തുരുമ്പ് പിടിക്കുന്ന ഒരു പ്രവണത കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ തുരുമ്പ് പിടിക്കാൻ സാധ്യതയുള്ള എല്ലാ ഭാഗങ്ങളിലും ഞാൻ ഓയിൽ അപ്ലൈ ചെയ്യാറുണ്ട്. ഈ മെഷീൻ ഒരുപാട് പഴക്കം ചെന്നതാണ്. അതുകൊണ്ടാണ് ഇതിന്റെ പല ഭാഗങ്ങളിലും തുരുമ്പ് പിടിച്ചിരിക്കുന്നത്. ആദ്യമായി നമ്മൾ ഉപയോഗിക്കുമ്പോൾ കയർ ഇടാതെ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. കയർ ഉണ്ടെങ്കിൽ അത് ഊരിക്കൊണ്ട് ഇതുപോലെ സിമ്പിൾ ആയൊന്ന് പൊക്കിയിട്ട് ഈ ഭാഗങ്ങളിലൊക്കെ ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അതായത് ഈ താഴ്ഭാഗങ്ങളിൽ ഒരുപാട് ടൈപ്പ് സ്ക്രൂകൾ ഉണ്ട്, പല വലിപ്പത്തിലുമായിട്ട്. അവിടെയൊക്കെ നിങ്ങൾ ഓയിൽ അപ്ലൈ ചെയ്യുക. തയ്യൽ പഠിക്കേണ്ടുന്നവർ ആദ്യം ഇതെല്ലാം പഠിച്ചിരിക്കണം. വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന ഭാഗത്താണ് സ്റ്റിച്ചിന്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നോർമൽ മെഷീൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് തരം സ്റ്റിച്ചസ് ഒന്നും ഇതിൽ അവൈലബിൾ അല്ല. പക്ഷെ ചില ഫൂട്ടുകളും സൂചിയും മാറ്റി നമുക്ക് പല വിധത്തിലും ചെയ്യാനും സാധിക്കും. വരും ക്ലാസ്സുകളിൽ അതും കൂടെ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ മെഷീൻ ഒട്ടും അറിയാത്തവർക്ക് ഇതൊരു ഓവറോൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇനി തുടക്കക്കാരായ സ്റ്റിച്ചിങ് പഠിക്കേണ്ടുന്നവർ ആദ്യം ചെയ്യേണ്ടത് ചവിട്ടാൻ പഠിക്കാനാണ്. തുടക്കക്കാരായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് സിമ്പിളായി മെഷീൻ വഴങ്ങി കിട്ടില്ല. എല്ലാ കാര്യങ്ങളിലും ഉള്ളതുപോലെ തന്നെ എക്സ്പീരിയൻസ് ആണ് നമ്മളെ ബെറ്റർ ആക്കുന്നത്. ചവിട്ടാൻ പഠിക്കാൻ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് കയർ ഊരിയിടണം എന്നതാണ്. അതിനുശേഷം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെയുള്ള വീലൊന്ന് കറക്കിയിട്ട് നിങ്ങൾ മെല്ലെ കാലുകൊണ്ട് പ്രസ് ചെയ്ത് മുന്നോട്ട് ആഞ്ഞ് ചവിട്ടി കൊടുക്കുക. ആദ്യമൊന്നും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. ഒരു ദിവസത്തിൽ കുറച്ച് സമയം ഇതിനായി നിങ്ങൾ മാറ്റിവെക്കണം. ഈ വീലൊന്ന് മുന്നോട്ട് ആദ്യം കറക്കി കൊടുക്കുക. ചിലപ്പോൾ ഇതുപോലെ ബാക്കിലോട്ടായിരിക്കും ആദ്യം പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം വീണ്ടും വീലൊന്ന് മുന്നോട്ട് ആഞ്ഞു കൊടുത്ത് നമ്മുടെ കാലും അതിനനുസരിച്ച് ബാലൻസ് ചെയ്യേണ്ടതാണ്. നോർമൽ മെഷീനിൽ കാര്യമായി ഈ ചവിട്ടുന്നതാണ് ആദ്യം നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. മുകളിലുള്ള ഈ വീലും താഴെയുള്ള വീലും നമ്മുടെ കാൽ ചവിട്ടി പ്രസ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇത് വർക്കാവുന്നത്. ആർക്കും സിമ്പിളായി തന്നെ ഇത് പഠിക്കാവുന്നതേയുള്ളൂ. ഒട്ടും ബുദ്ധിമുട്ടില്ല. പക്ഷേ നിങ്ങൾ ഒരു ദിവസത്തിൽ ഒരുപാട് സമയം ഇതിനു വേണ്ടി ചിലവഴിക്കണമെന്ന് മാത്രം. സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളുടെ പഠനം കഴിഞ്ഞിട്ടും അതുപോലെ വീട്ടിൽ തന്നെ ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഫ്രീ ടൈമിലും മാത്രമായിട്ട് തന്നെ ഇത് ചെയ്താൽ പഠിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ അടുത്ത് പുതിയ മെഷീനാണ് ഉള്ളതെങ്കിൽ ചവിട്ടാൻ ഇത്തിരി പാടുണ്ടായിരിക്കും. പക്ഷേ പതിയെ അതും സുഗമമായി തീരും. നന്നായി ചവിട്ടിയ മെഷീനാണെങ്കിൽ പെട്ടെന്ന് സ്മൂത്ത് ആയിട്ട് ഇതുപോലെ പെട്ടെന്ന് തന്നെ വീല് കറങ്ങിക്കൊണ്ടിരിക്കും. പുതിയ മെഷീനാണെങ്കിലും യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. കുറച്ച് ബുദ്ധിമുട്ട് ആദ്യത്തിൽ ആ ഒരു മെഷീന്റെ ടൈറ്റ് മാത്രം ഉണ്ടായിരിക്കും. പക്ഷേ ഓയിൽ നന്നായി അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ കൂടുതൽ സമയം ഇതിനു വേണ്ടി ചെലവഴിക്കുകയും ചെയ്യുക. ചവിട്ടുമ്പോൾ നിങ്ങൾക്ക് കാലിന് ബുദ്ധിമുട്ടുണ്ട്, വേദനയൊക്കെ വരുന്നു എങ്കിൽ നിങ്ങൾ ഒരു ചപ്പൽ യൂസ് ചെയ്തുകൊണ്ട് വേണം ഇതുപോലെ ചവിട്ടി കൊടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ തന്നെ സുഗമമായി നിങ്ങൾക്ക് ചവിട്ടാൻ സാധിക്കും. നോർമൽ മെഷീൻ യൂസ് ചെയ്യുന്ന തുടക്കക്കാർക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ തുടക്കക്കാർക്ക് ഇനിയും വരുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.